ഹായ് ഹായ്. അപ്പോൾ നമുക്കിന്ന് വാക്കിംഗ് ഡെഡിനെ കുറിച്ച് അറിയാം. വെബ് സീരീസ്. ഇത് ഞാൻ പറയാൻ വേറെ ഒന്നുമല്ല. ഞാൻ ഇത് ഈ കുറച്ച് ദിവസം മുമ്പേ കണ്ട് തീർത്തുള്ളൂ വെബ് സീരീസ്. ഇത് ഞാൻ പണ്ടേ ഞാൻ കാണുമെന്ന് വിചാരിച്ചാൽ, പക്ഷേ ഇല്ല, എനിക്ക് കാണാൻ ഒരു താല്പര്യം ഉണ്ടായില്ല. താല്പര്യം ഉണ്ടായില്ല. കാരണം വേറെ ഒന്നുമല്ല, ഇതിലത്തെ സോംബീസ് വരുമ്പോൾ എനിക്കൊരു ത്രില്ല് തോന്നിയില്ല. കാരണം സോംബീസ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും അറ്റാക്ക് ഇവൻ തീരും എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ടൈമായിരിക്കും. പക്ഷേ ഇതിലത്തെ സോംബീസ് പറഞ്ഞാൽ സ്ലോ മോഷൻ പോലെയാണ്. അതായത് എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ ആയിരുന്നു. അത് കാരണം ഞാൻ ഇത് വെറുതെ കണ്ട സമയം വേറെ എന്തെങ്കിലും വെബ് സീരീസ് കാണാമെന്ന് മൈൻഡായിരുന്നു. അങ്ങനെ ഇത് കാണാണ്ടിരുന്ന് അങ്ങനെ 11ാം സീസൺ 10ാം സീസണൊക്കെ എത്തിയപ്പോൾ ഓരോരുത്തർ സ്റ്റോറി, ഓരോരുത്തർ പറഞ്ഞ റിവ്യൂ ഒക്കെ കേട്ടപ്പോൾ എന്ത് സാധനം ഇതിനകത്ത് ഇത്ര മാത്രമല്ല ഞാൻ വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഒന്ന് കണ്ടു നോക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇത് കണ്ട് അതോ സീസൺ 1 കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല, നിർത്തി വെച്ചൊന്നും ആയിരുന്നില്ല. ഞാൻ കണ്ടേ ഉണ്ടായില്ല ഈ ഒരു കാരണം. അപ്പോൾ ഞാൻ ഫസ്റ്റ് സീസൺ കണ്ടപ്പോൾ ശരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതായത് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ സീസൺ 1 ഒരു എപ്പിസോഡ് മൊത്തം കണ്ടിട്ട് കാര്യമില്ല. കുഴപ്പമില്ല, അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഒരു സീസൺ ഞാൻ മൊത്തം ഇരുന്ന് കണ്ടു. അപ്പം എനിക്ക് ഫുൾ ഇഷ്ടപ്പെട്ടു. അതായത് ആ ഒരു ഫസ്റ്റ് സീസൺ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ സെക്കൻഡ് സീസൺ ഞാൻ 3 സീസൺ ഒരു ദിവസം കൊണ്ട് തീർത്തല്ല, 2-3 ദിവസം കൊണ്ട് ഞാൻ തീർത്തു. 2 ദിവസം കൊണ്ട് ഞാൻ തീർത്തു. കാരണം അങ്ങനെ ഇരുന്നിരുന്ന് ഞാൻ കണ്ടു. അത് രാത്രി പകലിരുന്ന് കണ്ടേ, രാത്രി ഇരുന്ന് കണ്ട്, പിറ്റേ ദിവസം ഇരുന്ന് കണ്ടു. അങ്ങനെ ഓരോ ദിവസം കണ്ട് തീർത്താണ്. ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് ഈ സാധനം. കാരണം നമ്മൾ വിചാരിക്കണ പോലെ സോംബി വന്ന് അറ്റാക്ക് ചെയ്യും, ഇവൻ ചാവാനുള്ളത് അങ്ങനെയൊന്നുമല്ല. അങ്ങനെയുണ്ട്. പക്ഷേ ഒരു വൈറസ് വരുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സംഭവം വരുമ്പോൾ, വൈറസ് പിടിക്കുമ്പോൾ, നമ്മൾ വൈറസ് പിടിച്ച എന്തിനോ ഭയക്കണേക്കാളും പേടിയാണ് മനുഷ്യനെ പേടിക്കേണ്ടത്. അതായത് മനുഷ്യനെ പേടിക്കണം ശരിക്കും പറഞ്ഞു. അതായത് മനുഷ്യന്മാരുടെ സ്വഭാവം, അതായത് ഇവൻ എപ്പോഴും മാറാം. അതായത് ഇവനിത് കിട്ടി, എനിക്കത് വേണമെന്ന് പറയുന്ന നമുക്ക് ഇപ്പോൾ ഈ ലോകത്ത് ആരുമില്ല. അതായത് ഇപ്പോൾ എല്ലാവർക്കും കാമുകന്മാരുണ്ട് വിചാരിക്കുക. എന്നിട്ട് എല്ലാവരും സ്നേഹത്തിൽ, അതായത് കപ്പിൾസാണ്. നമ്മൾ മാത്രം ഒറ്റയ്ക്ക്, നമുക്ക് മിണ്ടാൻ ആരും പറയാനില്ല. നമുക്കിത് വേണം, ഇവനെ കൊന്ന അവളെ നമുക്ക് കിട്ടുമെന്ന്, അങ്ങനെയൊക്കെ ആ ഒരു മൈൻഡും അതൊക്കെ വെച്ചുള്ള ഒരു കിട്ടില്ല സാധനമാണ്. അതായത് കാണാം ഇവനിപ്പോൾ ഇങ്ങനെ ചിന്തിക്കുമെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ആ ഒരു കിട്ടില്ല സാധനം തന്നെയാണ്. പിന്നെ ഇങ്ങനത്തെ ഒരു സമയം ഉണ്ടാകുമ്പോൾ നമുക്കറിയാം, കൊറോണ സമയത്ത് കുറേ പേർക്ക് മൈൻഡൊക്കെ മാറി, അങ്ങനെയൊക്കെ കിട്ടില്ല സാധനമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമുക്ക് ചിലപ്പോൾ നമുക്ക് തോന്നും, നമ്മളൊക്കെ കൊറോണ സമയത്ത് വീട്ടിലിരുന്നതല്ലേ, ഇതുപോലത്തെ അവസ്ഥ ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിലും ഇങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ വരുമ്പോൾ ഓരോ മനുഷ്യന്മാരുടെ വേദന, അതായത് ഓരോരുത്തർ നഷ്ടപ്പെടുമ്പോൾ ചില ക്യാരക്ടറൊക്കെ ഒരു രക്ഷയില്ല. അതായത് ഞാൻ റിക്ക്, അതുപോലെ കാരൽ, മാഗി, ഡെറിൽ, ഒരു ക്യാരക്ടറൊക്കെ ചില ക്യാരക്ടർ നമുക്കൊന്നും മറക്കൂല. റിക്കിൻ്റെ കാര്യം പറഞ്ഞാൽ ഡെറിൽ ആ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മെയിൻ 2 നടന്മാരും പറയാൻ പറ്റുന്നത്. ഈ റിക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഈ ഒരു ക്യാരക്ടർ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇതാണോ നടന്ന് ഞാൻ വിചാരിച്ചു പോയി. കാരണം നമുക്ക് നടനായൊരു ഫീല്, അതായത് ഫസ്റ്റ് കാണുമ്പോൾ ഇതാണ് പവറൊന്നും ഇല്ലല്ലോ ചോദിക്കും. പക്ഷേ പുള്ളി സീസൺ 1 കഴിഞ്ഞ് 2 കഴിഞ്ഞ ഒരു ചേഞ്ച്, അതായത് നമുക്ക് ഒട്ടും പവറില്ലാത്ത ആൾ ഏറ്റവും പവർഫുള്ളായി തോന്നിക്കുന്ന ഒരാൾ. അതായത് ആൾ വരുമ്പോൾ നമുക്കൊരു ആളൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമുക്ക് ഈ ഒരു ക്യാരക്ടർ, ഒരു കഥാപാത്രം നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പോകണ കഥാപാത്രം. പറഞ്ഞ ചേഞ്ചില്ലേ, അതൊക്കെ ഒരു രക്ഷയില്ല. അതുപോലെ തന്നെ ചില ക്യാരക്ടറൊക്കെ നമുക്ക് മറക്കാം. സീസൺ 1 പോയതാണെങ്കിൽ നമുക്ക് അവസാനം വരെ ആ ക്യാരക്ടർ നമുക്ക് നോക്കുമ്പോൾ അതായത് മറക്കില്ല. നമ്മൾ ആ ഒരു ഗ്യാങ് നമ്മൾ ഒരിക്കലും മറക്കില്ല. ഫസ്റ്റ് അവർ വന്ന ഗ്യാങ് നമ്മൾ ഒരിക്കലും മറക്കില്ല. അതാണ് ഈ ഒരു വെബ് സീരീസ്. അതായത് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അതായത് ഇത് സോംബിനെക്കാളും ഡേഞ്ചറാണ് മനുഷ്യന്മാർ. പിന്നെ ഓരോരുത്തരും ഇങ്ങനെ കീഴടക്കി ഓരോരുത്തർക്ക് ഒരു ലീഡർമാർ അതായത് ഒരു ഏരിയയിൽ അല്ലെങ്കിൽ ഒരു ഗ്യാങ്ങിൽ ഒരു ലീഡർ, ഇത്ര ആൾക്കാർ ഞാൻ സംരക്ഷിക്കുന്ന ആൾക്കാർ, ഇവരെ പുതിയ ആൾക്കാരെ കിട്ടി അവരെ പരിശോധിച്ച് അവരെ എന്തൊക്കെയാണ് അറിഞ്ഞ്, അങ്ങനെ ഓരോ സ്ഥലത്ത് ഓരോരോ ഗ്യാങ്. പിന്നെ ചില ഗ്യാങ് മൊത്തം ഭരിക്കാൻ നോക്കണം. അങ്ങനെയൊക്കെ പ്രശ്നങ്ങളാണ്. അതിൻ്റെ ഇടയിൽ സോംബീൻസ്, അതിനെ ഇടപെടണം. നല്ല മനുഷ്യന്മാർ, പൊട്ട മനുഷ്യന്മാർ, അതുപോലെ തന്നെ നരഭോജികൾ, അതായത് ഭക്ഷണം കിട്ടുന്ന നരഭോജികൾ. എൻ്റെ ഒരു രക്ഷയില്ല. ആ സീനൊക്കെ അടിപൊളി. അത് ഉണ്ടാവുന്ന അവസ്ഥ എൻ്റെ ദൈവം, ചില സമയത്തൊക്കെ ഒരു രക്ഷയില്ലാത്ത സാധനം തന്നെയാണ് കേട്ടോ. ചില ഒരു കൊറിയൻ ആളുടെ പേര്, ആളൊക്കെ അടിപൊളിയാണ്. ഈ ആളൊക്കെ നമുക്ക് ഭയങ്കര കിട്ടില്ല. അതൊക്കെ കാണണം. നമ്മൾ ഈ
വെബ് സീരീസ് ഈ സോംബി ഇങ്ങനെയാണെന്ന് കാണാതിരിക്കുന്നത്. കാരണം ഞാൻ ഈ ഇങ്ങനെ വിചാരിച്ചാണ് എനിക്ക് ഇത്രയും നാൾ എനിക്ക് ഞാൻ ഇപ്പോഴും വയ്യ കണ്ടാൽ മതി. കാരണം ഈ വെബ് സീരീസ് നമുക്ക് തീരാൻ തോന്നില്ല. എനിക്ക് ശരിക്കും തീരാൻ തോന്നിയില്ല ഇത് ഇനി. കാരണം ഇപ്പോൾ ഗെയിം ത്രോൺസൊക്കെ നമുക്കറിയാം ഇത്രയും നീണ്ടൊരു വെബ് സീരീസാണെന്നൊക്കെ അറിയാം. അത് നമുക്കറിയാം അത്രയും നീണ്ടാലും അത്രയും അതിനുള്ള പവർ ഉണ്ടെന്ന്. പക്ഷെ നമ്മൾ വിചാരിക്കും സോംബി വെബ് സീരീസൊക്കെ ഇത്രയും നീണ്ട് ഇടണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ട് വേണ്ടായിരുന്നു. അതായത് ഈ സോംബീൻസ് ഓടി നിന്ന് കടിക്കുക ഇതൊക്കെ ആൾക്കാർ ഇത്ര നേരം കണ്ടുകൊണ്ടിരിക്കുന്നു. പക്ഷെ അത് അങ്ങനെ നല്ല കാണണം. നമ്മൾ ഒരു എപ്പിസോഡ് 16 കണ്ടുണ്ട് ഒരു സീസണിലൊക്കെ. അത് മിക്കലും ഫസ്റ്റ് സെക്കൻഡ് തേർഡ് കഴിഞ്ഞാലാണ് ഈ 16 എപ്പിസോഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ നമുക്ക് ഒരു പ്രശ്നം വെച്ച് പിന്നെ ചില എപ്പിസോഡ് ചില എപ്പിസോഡ് നമുക്ക് അയ്യോ ഇതിപ്പോൾ എന്തിനാണ് ഇത്തിരി വലിച്ചിലായോ എന്നൊക്കെ തോന്നി ചില ക്യാരക്ടർ. പക്ഷെ അതൊന്നും നമുക്ക് പക്ഷേ അത് കഴിഞ്ഞിട്ട് ആ ക്യാരക്ടർ നമുക്ക് വീണ്ടും ഇഷ്ടപ്പെടും. അങ്ങനെയൊക്കെയാണ്. നല്ല രസമാണ് ഈ വെബ് സീരീസ് കാണാനെങ്കിൽ എല്ലാവരും കാണാം. ഫസ്റ്റ് തൊട്ട് എല്ലാവരും കാണാം. ഫസ്റ്റ് തൊട്ട് എല്ലാവരും കാണുള്ളൂ. കാരണം ഞാൻ ഉദ്ദേശിച്ചത് വേറെ ഒന്നല്ല. ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ വേറൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. വാക്കിംഗ് ഡെഡ് എന്നിട്ട് ഫെയർ അങ്ങനെയൊക്കെ പറയാൻ എന്തൊക്കെയോ ഇറങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഒന്നും ആരും കാണരുത്. അതൊക്കെ കണ്ട നിങ്ങൾക്ക് വാക്കിംഗ് ഡെഡ് ഒറിജിനൽ കാണാനേ മടുക്കും. കാരണം ഞാൻ അതിൻ്റെ ഏതോ ഒരെണ്ണം കണ്ടിട്ട് എനിക്ക് കലി വെച്ചാൽ എന്തെല്ലാം ഇത് കഴിഞ്ഞ ഓർഗനൈസേഷൻ കണ്ടൊക്കെ ഒരു സീസൺ ഞാൻ കണ്ടുള്ളൂ. പിന്നെ വേണ്ടാന്ന് വിചാരിച്ചു. എന്തിനാ അതിൻ്റെ ഒരു സെറ്റപ്പ് അതിനെ അവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് ചോദിച്ചാൽ. കാരണം ഫീല് ആൾക്കാരുടെ അതങ്ങനെ തന്നെ ഇരിക്കണത്. വേറെ ഒന്നും കാണാനേ നിൽക്കണ്ട. കാരണം വേറെ നമുക്കൊന്നും പിടിക്കില്ല. പിന്നെ ഡെറിലിൻ്റെ അങ്ങാണ്ടൊക്കെ അത് കുഴപ്പമില്ല. അതൊക്കെ അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കാണണമെങ്കിൽ അത് കണ്ടാൽ പിന്നെയും നല്ലതാണ്. പിന്നെ ഇപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ട്. അതും കുഴപ്പമില്ല. ആ രണ്ടൊക്കെ കാണുന്നതാണ് നല്ലത്. ഈ വാക്കിംഗ് ഡെഡ് ഒറിജിനൽ കഴിഞ്ഞിട്ട് ഇപ്പം എല്ലാവരും ഈ വെബ് സീരീസ് കാണാൻ നോക്കാം. അതുപോലെ തന്നെ ഓരോരോ സോംബി ആരും കേൾക്കാത്തുണ്ട്. ഒരെണ്ണമുണ്ട് ബ്ലാക്ക് അത് അതിനെക്കുറിച്ച് ഞാൻ പറയാം. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഈ വാക്കിംഗ് ഡെഡ് കാണാൻ മുമ്പ് വാക്കിംഗ് ഡെഡ് എന്ന് കാണാൻ ഇത്രയും കാണാൻ താമസിച്ചെന്ന് വെച്ചാൽ സോംബീസ് പതുക്കെ നടക്കണമായിരുന്നു. ഇതിനകത്ത് സോംബീസ് ഭയങ്കര പവർഫുള്ളാണ്. ഭയങ്കര സ്പീഡ് കടിച്ച് കീറി ആളാണ്. അപ്പോൾ ഫസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് നമ്മൾ ഈ സ്റ്റോറി മോഡില്ലാത്ത സോംബി ഗെയിമില്ലേ ആ ഒരു ഫീലാണ് എനിക്ക് തന്നത്. ആ വെബ് സീരീസിനെ കുറിച്ച് ഞാൻ പിന്നത്തെ വീഡിയോയിൽ പറയാം. പക്ഷേ ഇതെന്തായാലും കാണാം. കിടിലം വെബ് സീരീസാണ്. ഇനി ആൾക്കാർ കാണാത്തുണ്ടാവും എനിക്കറിയാം. എൻ്റെ ഫ്രണ്ടൊക്കെ ഇതുപോലെ കണ്ടിട്ടൊന്നുമില്ല. അവനോട് ഞാൻ പറയാം കണ്ടു നോക്കാമെന്ന് പറഞ്ഞിട്ട്. കാരണം അവനും ഈ കാരണമൊക്കെ തന്നെ പറയാം. അപ്പോൾ ഇതുപോലെ കുറേ പേരുണ്ടാവും കാണാതിരിക്കണവർ. ഇത് കണ്ടു നോക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ ശരി.